2 ദിവസത്തെ സന്ദർശനത്തിന് രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തി. ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും ഫാക്കൽറ്റിയുമായും രാഹുൽ സംവദിക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മർവ ചേരുകയാണ്. മർവ, വിശദാംശങ്ങൾ. രുചീഷ്, ഏറെ അനിശ്ചിതത്തിനൊടുവിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോടതി ഏപ്രിൽ 25 വാദം കേൾക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു അമേരിക്കൻ യാത്ര. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ യാത്ര അനിശ്ചിതത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇന്ന് രാവിലെയോടുകൂടി അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനാണ് എത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ ബോസ്റ്റൺ ലോഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അദ്ദേഹം എത്തിയത്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് നേതാക്കളും അംഗങ്ങളുമാണ് അദ്ദേഹത്തിനെ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല സാം പിട്രോഡ, അതായത് ഇന്ത്യൻ ഓവർസീസ് നേതാവ് സാം പിട്രോഡയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. യുവാക്കൾക്കും ജനാധിപത്യത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും വേണ്ടി ഒരു ശബ്ദമാണ് രാഹുൽ ഗാന്ധി. സ്വാഗതം രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക്, നമുക്ക് കേൾക്കാം, പഠിക്കാം, ഒരുമിച്ച് കെട്ടിപ്പടുക്കാം എന്നുള്ള തലക്കെട്ടോടുകൂടി രാഹുലിനെ സ്വീകരിക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ 2 ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏപ്രിൽ 21, 22 തീയതികളിൽ ബ്രൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളും ഫാക്കൽറ്റിയുമായാണ് രാഹുൽ ഗാന്ധി സംവദിക്കുക. സന്ദർശന വേളയിൽ NRI കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളുമായും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, കോൺഗ്രസ് അംഗങ്ങൾ എന്നിവരുമായി എല്ലാം തന്നെ സംവദിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ ഖേരയും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനെ പറ്റിയും എക്സിൽ കുറിച്ചിട്ടുണ്ട്. ശരി.